ഉടമ്പടി കൗൺസിലിങ്ങിലോട്ടാണ്. നിങ്ങൾ ഉടമ്പടി കൗൺസിലിംഗ് ശേഷം നിങ്ങൾ പോകേണ്ടത് ഓപ്പൺ ഓഡിറ്റോറിയത്തിലോട്ടാണ്. ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയെ സംവഹിച്ചുകൊണ്ട് പ്രദക്ഷിണമായിട്ടാണ് നമ്മൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട കൃപാസനത്താരയിലേക്ക് വന്ന് ഉടമ്പടി പ്രഖ്യാപനം നടത്തുന്നത്. ഉടമ്പടി പ്രഖ്യാപനം നടത്തുക എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ പാലിക്കാൻ പോകുന്ന നേരത്തെ സൂചിപ്പിച്ച 6 നിബന്ധനകൾ അടുത്ത 90 ദിവസത്തേക്ക് ഞങ്ങൾ പാലിച്ചു കൊള്ളാമെന്ന് ദൈവസന്നിധിയിൽ നിങ്ങൾ മെനോറ എന്ന വിളക്കില് തിരിതെളിയിച്ച് പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയോടാണ് നമ്മൾ ഉടമ്പടി ചെയ്യുന്നത്. അപ്പോൾ ആ 6 നിബന്ധനകളാണ് ഈ ഉടമ്പടി പ്രഖ്യാപനത്തിൽ ഇവിടെ തന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞത്. പാപങ്ങൾ വെറുത്തുപേക്ഷിക്കൽ, ഉപവാസ പ്രാർത്ഥന, അതായത് ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുക, ഒപ്പം തന്നെ ബുധൻ അല്ലെങ്കിൽ ശനി ഏതെങ്കിലും ഒരു ദിവസം ഒരു നേരം ഉപവസിച്ച് പ്രാർത്ഥിക്കുക, ഒപ്പം തന്നെ കൃപാസനം പത്രം, വിവിധ ഭാഷകളിലുള്ള കൃപാസനം പത്രം പ്രാർത്ഥിച്ച് വിതരണം ചെയ്യുക, അരമണിക്കൂറുള്ള തിരുവചന വായന, അതുപോലെ തന്നെ ആഴ്ചവട്ടങ്ങളിൽ ഒരു തവണയെങ്കിലും ഒരു കാരുണ്യ പ്രവൃത്തി മറ്റുള്ളവർക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സഹോദരങ്ങൾക്ക് ചെയ്തു കൊടുക്കുക. ഈ 6 നിബന്ധനകൾ ഞങ്ങൾ 90 ദിവസത്തേക്ക് പാലിച്ചു കൊള്ളാമെന്നാണ് ഉടമ്പടി പ്രഖ്യാപനത്തിൽ നമ്മൾ മെനോറ എന്ന വിളക്കിൽ തിരിതെളിച്ച് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ നിയോഗങ്ങൾ ഉടമ്പടി പേടകത്തിൽ നിക്ഷേപിക്കും. അതോടുകൂടിയിട്ടാണ് ഈ ഉടമ്പടിയുടെ ഈ പ്രൊസീജിയർ, അതായത് ഉടമ്പടിയുടെ ഘട്ടങ്ങൾ സമാപിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആർക്കും വേണ്ട. ഉടമ്പടി നിങ്ങളുടെ നിയോഗങ്ങൾ 6 നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിലുള്ള വാഗ്ദാന പേടകത്തെ സൂചിപ്പിക്കുന്ന ആ ഉടമ്പടി പേടകത്തിൽ നിങ്ങൾ നിക്ഷേപിച്ചതിന് ശേഷം മാത്രമുള്ളൂ നിങ്ങളുടെ ഉടമ്പടി സ്റ്റെപ്സ് പൂർത്തിയാവുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇതിന്റെ ഇടത് സൈഡിലുള്ള ഭാഗത്ത് ആത്മവിശുദ്ധീകരണ നടപടികളെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ടിക്ക് ചെയ്യണം. അതായത് ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് എന്റെ ബലഹീനതയായ മദ്യപാനം, ലഹരി വസ്തു ഉപയോഗം എന്നിവ ഞാൻ വിട്ടുപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ദുശീലങ്ങളുള്ളവര് അവിടെ ടിക്ക് ചെയ്യും, ഇല്ലാത്തവർ ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഗലാത്യ 5:19 പ്രകാരം ആത്മാവിന് വിരുദ്ധമായ ജനിക പാപങ്ങൾ ഞാൻ വിട്ടുപേക്ഷിക്കുന്നു. അത് നിങ്ങൾ വായിച്ചു നോക്കണം. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും സദൃശ്യമായ പ്രവൃത്തികളും ഞാൻ ഈശോയുടെ നാമത്തിൽ വെറുത്തുപേക്ഷിക്കുന്നു. അപ്പൊ നിങ്ങളത് വായിക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമുക്കുണ്ടാകുന്ന ഓരോ ബലഹീനതകൾ. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞായിരുന്നു. കുമ്പസാരത്തിൽ ആവർത്തിച്ച് പറയുന്ന പാപം. ചിലവർക്ക് ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഒരു കുറ്റവാളിയിൽ സമാധാനം വരില്ല. അപ്പൊ അങ്ങനെയുള്ള ഹാബിറ്റുള്ള മനുഷ്യരുണ്ട്, പലതരത്തിലുള്ള ജടിക പാപങ്ങളുള്ള വ്യക്തികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മക്കളൊക്കെ ചിലപ്പോൾ അത് നിങ്ങൾക്ക് വെറുതെ ഫോൺ അഡിക്ഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെല്ലാം ഇത് മനസ്സിൽ ചിന്തിച്ച് അത് ടിക്ക് ചെയ്യുക. അതായത് വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഈ തിന്മകളുള്ളവര് അതിൽ ടിക്ക് ചെയ്യുക. എന്നിട്ട് അത് പൂർണ്ണമായിട്ടും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു എന്ന് തീരുമാനമെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു ദുശീലങ്ങളുള്ളവർ മനസ്സിൽ തീരുമാനമെടുക്കണം. മെനോറ എന്ന വിളക്കിൽ തിരിതെളിയിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇങ്ങനെയുള്ള രഹസ്യമാപങ്ങൾ ഉണ്ടെങ്കിൽ ഈശോ ഞാൻ പൂർണ്ണമായിട്ട് വെറുത്തുപേക്ഷിക്കണമെന്ന് തീരുമാനമെടുക്കണം. മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ ക്ഷമിക്കുന്നു. ആരോടെങ്കിലും ഹൃദയത്തിൽ ഉണ്ടായിരുന്ന വെറുപ്പിനെ ഞാൻ സ്നേഹമാക്കി മാറ്റും. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രാർത്ഥനയാണ്. യോഹന്നാൻ 2:5 പ്രകാരം അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യും. അപ്പൊ നിങ്ങളുടെ സഹോദരങ്ങൾ തമ്മിലോ നിങ്ങളുടെ സുഹൃത്തുക്കൾ തമ്മിലോ ആവശ്യമില്ലാത്ത വിഷയത്തിന്റെ പേരിലൊക്കെ ശത്രുത, കലഹം ഇങ്ങനെയുള്ള മനോഭാവങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പോയി രമ്യതപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കണം.